ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസുണ്ടായിരുന്നു. ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് സാറിൻ്റെ ബെഞ്ചിലായിരുന്നു കേസ് എടുത്തത്. ഐറ്റം നമ്പർ 243 ആയിട്ടാണ് ഇന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസ് വിളിച്ചത്. ഇന്നത്തെ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിളിച്ചത് ബഡ്സ് ആക്റ്റിൽ കോമ്പറ്റൻ്റ് അതോറിറ്റി CBIക്ക് അന്വേഷണം മാറിയാൽ സമാന്തര അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്നുള്ള ഒരു റിട്ട് പെറ്റീഷൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി മാനേജ്മെൻറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഇനി കേസിലേക്ക് വരാം. അപ്പോൾ കേസ് വിളിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ്, ഇപ്പോൾ അറിയാമല്ലോ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ സാറിൻ്റെ ടീമാണ്. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ലീഗൽ എക്സ്പേർട്സ് അഡ്വക്കേറ്റ്സ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. വക്കാലത്ത് മാറിയതും, കാരണം ഇപ്പോൾ പുതിയ ടീമാണല്ലോ, അപ്പോൾ ആ വക്കാലത്ത് മാറിയ കാര്യവും കൂടി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് സാറിനെ അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവരുടെ പ്രഥമ ദൃഷ്ടിയിൽ പഠനത്തിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ബഡ്സ് ആക്റ്റിൽ വരുന്നില്ല എന്നുള്ള ഒരു വാദവും കൂടി ബഹുമാനപ്പെട്ട ബിച്ചു കുര്യൻ തോമസ് സാറിൻ്റെ ബെഞ്ചിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ലീഗൽ എക്സ്പേർട്സ് ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ബാക്കിയുള്ള പഠനത്തിന് വേണ്ടി, തുടർ പഠനത്തിന് വേണ്ടി, ഈ കേസുമായിട്ടൊന്ന് പഠിക്കുന്നതിന് വേണ്ടി അവർക്ക് കുറച്ചും കൂടെ ടൈം വേണമെന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് സാറിനെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ലീഗൽ എക്സ്പേർട്സ് അറിയിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ബേസിൽ ആ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയും അതിൻ്റെ ബേസിൽ ആഫ്റ്റർ 3 weeks 16 ഓഗസ്റ്റ് 16 ഓഗസ്റ്റിലേക്ക് പിന്നെ തുടർവാദം കേൾക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്, കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് തരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. അപ്പോൾ ഹൈറിച്ച് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് പറയാനുള്ളത്, ഇനിയിപ്പോൾ അടുത്ത വരുന്നത് 16 ഓഗസ്റ്റിലാണ്. സോ ആസ് യൂഷ്വൽ പറയുന്നത് പോലെ തന്നെ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു മൂവ്സ് ഉണ്ടാകട്ടെ 16 ഓഗസ്റ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂവ്സ് തന്നെ വന്ന് ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് വരട്ടെ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ 16 ഓഗസ്റ്റിനാണ് ഇപ്പോൾ അടുത്ത ഈ സമാന്തര അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് CBIക്ക് കൈമാറിയ കേസ് തന്നെ സമാന്തര അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്നുള്ള റിട്ട് പെറ്റീഷനുമായിട്ടുള്ള വാദം ഇനിയിപ്പോൾ നടക്കുന്നത് 16 ഓഗസ്റ്റിനാണ്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ് ഈ സെഷനിൽ വന്നത്. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്.